കേരളത്തിലെ മാധ്യമ മേഖല വലതുപക്ഷപരമാണ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യക്ഷമായ പ്രമേയങ്ങളോടോ പ്രചരണ രീതികളോടോ മൂലധന ബന്ധങ്ങളോടോ വർഗീയമായ താല്പര്യങ്ങളോടോ ബന്ധപ്പെടുത്തിക്കൊണ്ട് മാത്രമല്ല. അതുണ്ട്, അതില്ല എന്നല്ല ഞാൻ പറയുന്നത്. അത് നമുക്ക് നോക്കിയാൽ കാണാം. വലതുപക്ഷത്തിൻ്റെ ആശയങ്ങൾക്ക് വർഗീയ ശക്തികൾക്കും ഒക്കെ നൽകുന്ന പിന്തുണ, ഇടതുപക്ഷത്തിനെതിരെ നിരന്തരമായി നടത്തുന്ന പ്രചാരവേല, അപവാദ പ്രചരണങ്ങൾ, ഇതൊക്കെ നമുക്ക് നോക്കിയാൽ കാണാം. അതവർ കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനപ്പുറം സൂക്ഷ്മതലത്തിൽ കേരളത്തിലെ മാധ്യമ മണ്ഡലം വലതുപക്ഷത്തിൻ്റെ യുക്തികളെ ശക്തിപ്പെടുത്തുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു പ്രശ്നത്തെ അതിൻ്റെ സമഗ്രതയിലും ആഴത്തിലും മനസ്സിലാക്കാനോ വിശദീകരിക്കാനോ അനുവദിക്കാതെ അതിനെ ഉപരിപ്ലവമായ തർക്കങ്ങളും ശബ്ദഘോഷങ്ങളുമാക്കി മാറ്റുക. ഒരാഴ്ചക്കാലം ഒരു പ്രശ്നത്തിൻ്റെ കോലാഹലം ഉണ്ടാക്കുക, അതിൻ്റെ സത്യാവസ്ഥ ആളുകൾ പതിയെ പതിയെ മനസ്സിലാക്കി വരുമ്പോഴേക്കും മറ്റൊന്നിലേക്ക് അതിനെ തിരിച്ചു വിടുക. ലളിതമായി പറഞ്ഞാൽ, ഇപ്പം മാർക്സിസത്തെക്കുറിച്ച് ലെനിൻ നൽകുന്ന മനോഹരമായ ഒരു വിശദീകരണമുണ്ട്. ഒരുപക്ഷെ ഏറ്റവും സമഗ്രമായ വിശദീകരണം സമൂർത്ത സാഹചര്യങ്ങളുടെ സമൂർത്ത വിശകലനമാണ്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സാഹചര്യങ്ങളുടെ സമൂർത്തതയെ മനസ്സിലാക്കണം. രണ്ട്, അതിനെ സമൂർത്തമായി വിശദീകരിക്കണം. ഇത് രണ്ടും സാധ്യമല്ലാത്ത മട്ടിൽ, സാഹചര്യങ്ങളുടെ ആകത്തുകയെ സമഗ്രമായി മനസ്സിലാക്കാൻ നമ്മെ അനുവദിക്കാത്ത മട്ടിൽ, അത് മനസ്സിലാക്കിയാൽ അതിനെ സൂക്ഷ്മാംശത്തിൽ വിശകലനം ചെയ്യാൻ നമ്മെ സമ്മതിക്കാത്ത മട്ടിൽ ഉപരിപ്ലവതയുടെ, ശബ്ദഘോഷത്തിൻ്റെ, വിദ്വേഷത്തിൻ്റെ ഒരു വലിയ ആഘോഷത്തിമിർപ്പായി നമ്മുടെ മാധ്യമ മണ്ഡലം മാറിയിട്ടുണ്ട്. പണ്ട് ഗുണ്ടർഗ്രാസ് ഒരു നോവലിന് പേരിടുന്നുണ്ട്, ടിൻഡ്രം എന്നത്, തകരച്ചെണ്ട എന്നാണ്. ഈ തകരച്ചെണ്ട പോലെ അർദ്ധശൂന്യമായി മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്ന ഒരു ശബ്ദ കോലാഹലത്തിൻ്റെ പരിസരം സൃഷ്ടിക്കുകയും ആ പരിസരത്ത് നമ്മെ തന്നെ തളച്ചിടാനായിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മാധ്യമാന്തരീക്ഷം. ഞാൻ പറയുന്നത്, ഇത് വലതുപക്ഷത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ആയുധമാണ്. കാരണം അവബോധപരമായ ജാഗ്രതയില്ലാത്ത, തിരിച്ചറിവില്ലാത്ത, ചരിത്രബോധമില്ലാത്ത ഒരാൾക്കൂട്ടമായി സമൂഹത്തെ മാറ്റുക എന്നതാണ് വലതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈദ്ധാന്തിക ശ്രമം. ഇത് പക്ഷേ നമ്മൾ പലപ്പോഴും തിരിച്ചറിയില്ല. ഇതിൻ്റെ ഫലമായിട്ട് കേരളത്തിൽ സംഭവിച്ച മറ്റൊരു കാര്യം കൂടി ഇതിൻ്റെ തുടർച്ചയിൽ പറയാം. അത് അതികഠിനമായ ബൗദ്ധിക വിരുദ്ധത കേരളത്തിൽ ഇപ്പോൾ ഉണ്ട്. ഒരു പ്രശ്നത്തെ ആഴത്തിൽ സൂക്ഷ്മമായി പരിശോധിക്കാൻ നിങ്ങൾ മുതിർന്നാൽ ഏതാണ്ട് നിങ്ങൾ കോമാളിയായി തീരും എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. നോക്കൂ, ഐക്യ കേരള പ്രസ്ഥാനവും ഭാഷാ സംസ്ഥാനങ്ങളെ മുൻനിർത്തുന്ന ഭാഷാ ദേശീയതകൾക്ക് വേണ്ടിയുള്ള സമരവും ഏറ്റെടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഖിലേന്ത്യാ തലത്തിൽ തീരുമാനിച്ച സമയത്താണ്, അതിൻ്റെ ഭാഗമായിട്ടാണ് EMS 1946 1.25 കോടി മലയാളികൾ എഴുതുന്നത്. അതിവിടെ ഒറ്റയ്ക്കല്ല. വിശാലാന്ധ്ര എന്ന പേരിൽ സുന്ദരയ്യ തെലുങ്കിൽ എഴുതുന്നുണ്ട്. ഭവാനി സെൻ നൂതൻ ബംഗാൾ എന്ന പേരിൽ ബംഗാളിലൊരു ഡോക്യുമെൻ്റ് എഴുതുന്നുണ്ട്. അവർ രണ്ടുപേരും താരതമ്യേന പ്രചരണപരമായ സ്വഭാവമുള്ള ഒരു ലഘുലേഖാ രൂപത്തിൽ എഴുതിയപ്പോൾ EMS 200-250 പേജിൽ കേരള ചരിത്രത്തെ ആകമാനം അഴിച്ചു പണിതിട്ടാണ് കേരളം മലയാളികളുടെ മാതൃഭൂമി എഴുതിയത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു രാഷ്ട്രീയ സമരത്തിൻ്റെ സന്ദർഭത്തെ ആ സന്ദർഭത്തിൻ്റെ താൽക്കാലികതയിൽ, അപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ മനസ്സിലാക്കുന്നതിന് പകരം അത് സാമൂഹ്യ വികാസത്തിൻ്റെ അടിസ്ഥാന ആശയ രൂപീകരണമാക്കി മാറ്റുന്ന പണിയാണ് EMSൻ്റെ ആ പുസ്തകത്തിലുള്ളത്. ഇന്നാണെങ്കിൽ നമ്മളിൽ തന്നെ ഒരു വിഭാഗം ആളുകൾ പറയുള്ള കാര്യം പറഞ്ഞാൽ പോരെ, നാടുവാഴി, ജന്മി, ജാതി മേധാവിത്വം എന്നൊക്കെ പറഞ്ഞ് ആളെ ചുറ്റിക്കണം. എന്താണെന്നറിയോ, ഒരു വിഷയത്തെ ചരിത്രത്തിലും ആഴത്തിലും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ജനതയ്ക്ക് അതിനെ കാര്യമായിട്ടൊന്നും പ്രതിരോധിക്കാനും പറ്റില്ല. അതുകൊണ്ട് ബൗദ്ധിക വിരുദ്ധത എന്ന് പറയുന്നത് കേരളത്തിൽ ഇന്ന് ആഘോഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം കേരളീയ സമൂഹത്തിൽ ആഴത്തിൽ വേരുപിടിക്കുന്ന വലതുപക്ഷ ബോധം കൂടിയാണ് എന്ന കാര്യം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ സങ്കീർണമായ സാമൂഹ്യ പ്രതിഭാസങ്ങളെ, ചരിത്ര പ്രക്രിയകളെ നമ്മുടെ ലളിത സമവാക്യങ്ങളിൽ, നമ്മുടെ ലളിത യുക്തികളിൽ
എളുപ്പവഴിയിൽ ക്രിയ ചെയ്യുക എന്ന് പറയുന്നത് പോലെ വിശദീകരിക്കാനും പരിഹരിക്കാനും ഒന്നും കഴിയുന്നതല്ല. വളരെ സങ്കീർണമാണ്. ആ സങ്കീർണത കൂടി നേടിയെടുത്തുകൊണ്ടാണ് ഭാഷാ സംസ്ഥാന രൂപീകരണം എന്നൊരു ചെറിയ സന്ദർഭത്തിൽ നിന്ന് കേരള ചരിത്രത്തെ സംബന്ധിക്കുന്ന വലിയൊരു ആശയ മണ്ഡലം EMS പോലുള്ളവർ വികസിപ്പിച്ചെടുത്തത്. ഇന്ന് ഈ ബൗദ്ധിക വിരുദ്ധത, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉപരിപ്ലവത, അത് വലിയ തോതിൽ കേരളത്തെ വിഴുങ്ങുന്നുണ്ട്. ഒരു കാര്യം കൂടി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ബൗദ്ധിക വിരുദ്ധത എന്നത് ലോകത്തെല്ലാ കാലത്തും ഫാഷിസ്റ്റുകളുടെ സുപ്രധാനമായ ആശയമായിരുന്നു. എവിടെവിടങ്ങളിൽ ഫാഷിസ്റ്റുകൾ അധികാരത്തിലേക്ക് വന്നിട്ടുണ്ടോ ബൗദ്ധികതയ്ക്കെതിരെ വലിയ കടന്നാക്രമണങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. പുസ്തകങ്ങൾ കുത്തിയിട്ട് കത്തിച്ചിട്ടുണ്ട്, വലിയ ബുദ്ധിജീവികളെ നാട് കടത്തിയിട്ടുണ്ട്, അവരെ ജയിലിലടച്ചിട്ടുണ്ട്. ബൗദ്ധികത എന്നത് അവരുടെ കറുപ്പും വെളുപ്പും എന്ന പോലുള്ള താർക്കിക യുക്തിക്ക് വഴങ്ങാത്തത് കൊണ്ട് അതിനെ മുഴുവൻ നിരാകരിക്കുന്ന ഒരു രീതിയും ഇപ്പോൾ വികസിച്ചു വന്നിട്ടുണ്ട്. അപ്പം ഇതിനോടെല്ലാം വാസ്തവത്തിൽ ചെറുത്ത് നിന്നുകൊണ്ട് മാത്രമേ, കാരണം എന്തുകൊണ്ടാണ് നമ്മൾ സാമൂഹ്യ നീതി എന്നൊരു പ്രശ്നത്തെ ഉയർത്തിപ്പിടിക്കേണ്ടത് എന്നതിന് വളരെ അടിസ്ഥാനപരമായ കാരണങ്ങളുണ്ടാവും.